അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം എത്തി. ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സിൽ ഒന്നാണ് റൈസ്. ഓക്കെ, അപ്പോൾ റൈസ് എന്നുള്ള പോയത്തിൽ നമുക്ക് 2-3 ടൈപ്പ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ് റൈസ് എന്നുള്ളത് ഒരു സെറ്റാരിക്കൽ പോയം ആണ് എന്ന് കോമെന്റ് ചെയ്യുക. ഓക്കെ, റൈസിലെ ഹ്യൂമർ എന്താണെന്നുള്ളത് കോമെന്റ് ചെയ്യുക. അല്ലെങ്കിൽ റൈസിൽ യൂസ് ചെയ്തിട്ടുള്ള കോൺട്രാസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് കോമെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിർബന്ധമായിട്ടും അതിൽ എഴുതിയിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. Yes, the poem Rise brings out the contrast between speaker's imagination and reality. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയത്തിൽ നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റുന്ന എന്താണ്, പോയറ്റിൻ്റെ ഒരു ഇമാജിനേഷൻ ഉണ്ട്, അത് റിയാലിറ്റിയുമായിട്ട് വരുന്ന ആ ഒരു ചേഞ്ച്, ആ ഒരു കോൺട്രാസ്റ്റ്. ഓക്കെ, the poem begins with the poet lamenting on his plight of having to eat chapati every day. He explains how eager he is to take the atikira rice. അപ്പോൾ അദ്ദേഹം ചപ്പാത്തി കഴിച്ച് മടുക്കുന്നുണ്ട്. ആൻഡ് എത്രമാത്രം ഹി വാണ്ട്സ് ടു ഈറ്റ് റൈസ് അല്ലെ, ആ ഒരു ഫീലിങ്സ്, ആ ഒരു പ്ലൈറ്റ് ആൻഡ് ആ ഒരു സാഡ്നെസ് അതിൽ കാണിക്കുന്നുണ്ട്. ഇൻ ഹിസ് ഇമാജിനേഷൻ ബൈ ദ ടൈം ഹി റീച്ചസ് ഹിസ് വില്ലേജ് ഇറ്റ് വിൽ ബി പ്ലാന്റിംഗ് സീസൺ. ഹി എക്സ്പെക്ട്സ് ഹിസ് ഫാദർ ടു ബി ഇൻ ധോത്തി വിച്ച് വുഡ് ബി സ്റ്റെയിൻഡ് ബൈ മഡ്. His father would be excited about water in Varanangal Canal. He expected his father to greet him from the fields amidst the noise of plowing oxen. Once he reaches the village, he is shocked to find no fields. അപ്പോൾ ആദ്യം ആളുടെ ഇമാജിനേഷനെ പറ്റിയിട്ട് ഒരു ലിസ്റ്റ് പറയുന്നുണ്ട് അല്ലേ. ഹി എക്സ്പെക്ട്സ് ഹിസ് ഫാദർ എങ്ങനെയായിരിക്കണം, നല്ല മഡി ആയിട്ടുള്ള മുണ്ടൊക്കെ കൊടുത്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. എവിടെ ആയിരിക്കും, ഫീൽഡിലായിരിക്കും അല്ലേ, റൈസിൻ്റെ ഫീൽഡിലായിരിക്കും. അതേപോലെ കനാലിൽ വെള്ളം വന്നതിലൊക്കെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഫാദറിനെയാണ് നമ്മുടെ സ്പീക്കർ എക്സ്പെക്ട് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി വെൻ ഹി ഗോസ് ബാക്ക് എന്താ കാണുന്നത്, ദർ ഇസ് നോ ഫീൽഡ് അറ്റ് ഓൾ. ആ ഫീൽഡേ അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ അതൊരു കോൺട്രാസ്റ്റ് ആണ് ഫ്രം വാട്ട് ഹി എക്സ്പെക്റ്റഡ് അല്ലെ. ഹി വാണ്ടഡ് ടു സീ ദ ഫീൽഡ്സ് ബട്ട് അതവിടെ ഇല്ല. There is no sound of plowing. Instead of the field, all he could see was plantation of areca nut and deadwood trees. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആകെ കാണാൻ പറ്റുന്ന എന്താ, ഈ പ്ലോയിങ്ങിൻ്റെ ഒന്നും സൗണ്ട് ഇല്ല. പകരം അവിടെ എന്താ ഉള്ളത്, കുറേ അടയ്ക്ക മരങ്ങളും ടീൽവുഡ് ട്രീസും ഒക്കെയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ മൊത്തത്തിൽ എന്താണോ അദ്ദേഹം എക്സ്പെക്ട് ചെയ്തത് അതിന് ഭയങ്കരമായിട്ട് കോൺട്രഡിക്ടറി ആയിട്ടാണ് അദ്ദേഹം അവിടെ പോയി കാണുന്നത്. While he expected oxen to stop working when he see him, and his father's face will have a അപ്പോൾ ഫാദർ നമ്മുടെ സ്പീക്കറിനെ കാണുമ്പോൾ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു വാം സ്മൈലായിട്ട് അടുത്തേക്ക് പോവും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ഹി വിൽ കോൾ ഫ്രം ദ ഫീൽഡ് ആൻഡ് ആസ്ക് ഹിം വെൻ ഹി ഹാഡ് സ്റ്റാർട്ടഡ്. അപ്പോൾ എപ്പോഴാണ് മോനെ വന്നത് എന്നൊക്കെ ചോദിക്കും അച്ഛൻ എന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ട് പോകുന്നത്. ഇൻസ്റ്റെഡ് when he entered the house he saw his father proud of watching machine for making rubber sheets getting fixed up. പക്ഷെ അച്ഛൻ ഹാപ്പിയാണ്, കണ്ടന്റഡ് ആണ്. എന്തിൽ, റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്ന മെഷീൻ ഫിക്സ് ചെയ്യുന്നത് കണ്ടിട്ട് അച്ഛൻ ഹാപ്പിയാണ്. അല്ലാണ്ട് റൈറ്ററിനെ കണ്ടിട്ടുള്ള ഹാപ്പിനെസ് അല്ല അവിടെ ഉണ്ടാവുന്നത്. ഹി ഈസ് ഹാപ്പി ആൻഡ് കണ്ടന്റഡ് ലുക്കിംഗ് അറ്റ് ദ മെഷീൻ. Okay, he imagined walking slowly across the dike not to upset the basket full of seeds, but to his shock his father says full of pride that they had given up rice cultivation. അതേപോലെ അദ്ദേഹം വിചാരിക്കുന്നുണ്ട്, ഞാൻ ആ വരമ്പിലൂടെ അല്ലേ, ഞാൻ ഡൈക്കിലൂടെ നടക്കുമ്പം സീഡ്സിൻ്റെ ബോക്സ് അത് ഞാൻ തട്ടിപ്പോവാതെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നടക്കും എന്നൊക്കെ അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വെൻ ഹി ഗോസ് ബാക്ക് ഹോം അദ്ദേഹം എന്താ കാണുന്നത്, അച്ഛൻ വളരെ പ്രൗഡായിട്ട് പറയാണ്, മോനെ ഞാൻ റൈസ് കൾട്ടിവേഷനൊക്കെ നിർത്തി, അതിലൊരു ലാഭവുമില്ല, ഫാമേഴ്സിനൊന്നും ഒരു ലാഭവുമില്ല. It was inconvenient and the farmer didn't gain anything. Government gave rice only to those who did not have പാഡി ഫീൽഡ്സ്. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെയാണോ പാഡി ഫീൽഡ്സ് ഇല്ലാതിരുന്നത്, ഹൂം അല്ല കേട്ടോ, അവിടെ ഹൂ ആണ് വരിക, ആർക്കൊക്കെയാണോ പാഡി ഫീൽഡ്സ് ഇല്ലാതിരുന്നത് അവർക്ക് മാത്രമാണ് ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നത്, റൈസ് കൊടുക്കുന്നത്. യെസ്. He thought of his brother running fast after seeing him having saplings to be planted in his hands. അപ്പോൾ ബ്രദർ അതേപോലെ കുഴിച്ചിടാനുള്ള സാപ്ലിങ്സും കൊണ്ട് ഓടി വരുന്നത്, ഇയാളെ കാണുമ്പോൾ ഓടി വരുന്നത് ഇയാൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. However, his brother runs to meet him but had ration for the whole house. അപ്പോൾ എന്താ പറയുന്നത്, ബ്രദറിൻ്റെ കയ്യിലുണ്ട് പക്ഷെ എന്താ ഉള്ളത്, റേഷൻ ആണുള്ളത് അല്ലേ, അല്ലാണ്ട് എന്തല്ല, സാപ്ലിങ്സ് അല്ല. ഈ റേഷൻ തന്നെ ബ്രദർ തട്ടി വീഴുമ്പോഴാണ് എന്ത് മനസ്സിലാവുന്നത്, അതിൽ നിറയെ ഗോതമ്പാണ്, അരി അവിടെ
ഒട്ടുമില്ല എന്നുള്ളത്. അപ്പം അതും ഷോസ് ദ കോൺട്രാസ്റ്റ് ബിക്കോസ് ഹി കെയിം ഹിയർ ടു ഈറ്റ് റൈസ് അല്ലെ, ചപ്പാത്തി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആള് നാട്ടിലേക്ക് വരാൻ അത്രയും ബോധേഡ് ആയിരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ റേഷനും എന്താണ്, ഗോതമ്പാണ്, അരിയല്ല. അപ്പോൾ ഇതാണ് നമ്മൾ കോൺട്രാസ്റ്റിൽ നിർബന്ധമായിട്ടും വരേണ്ട പോയിന്റ്സ്. ഇനി വരുന്ന ക്വസ്റ്റ്യൻ ആണ് സെറ്റയർ ഇതിൽ എങ്ങനെ ബ്രിങ് ഔട്ട് ചെയ്തു. ഈ സെറ്റയർ എങ്ങനെ ബ്രിങ് ഔട്ട് ചെയ്തു എന്നുള്ളതിന്റെ ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് കോൺട്രാസ്റ്റ് കൊണ്ടുവന്നു. ഇനി ലാസ്റ്റിലേക്ക് നിങ്ങൾ നോക്കുക, ഹി ടോക്സ് അബൌട്ട് ദ ജെറ്റ്. ഓക്കെ, ആര് പോകുന്നത്, നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഫ്ലൈറ്റിൽ പോകുന്നുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ഫ്ലൈറ്റ് ഓഫ് ചീഫ് മിനിസ്റ്റർ എന്ത് കൂടെയാണ് പോകുന്നത്, ഈ പ്ലാന്റേഷൻസിന്റെ മുകളിലൂടെയാണ് ഈ ഫ്ലൈറ്റ് പോകുന്നത്. ഓക്കെ, ഈ പ്ലാന്റേഷൻസ്, ഈ വലിയ വലിയ മരങ്ങളുടെ മുകളിൽ കൂടെ പോകുന്ന ഈ ഫ്ലൈറ്റിൽ ചീഫ് മിനിസ്റ്റർ എന്തിനു വേണ്ടിയിട്ടാണ് സെന്ററിലേക്ക് പോകുന്നത്, ഗ്രെയിൻസ് ചോദിക്കാൻ വേണ്ടി. അതായത് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത ഗ്രെയിൻസ് കടം വാങ്ങാൻ വേണ്ടിയിട്ട് ചീഫ് മിനിസ്റ്റർ എവിടെ പോവാണ്, സെന്ററിലേക്ക് പോവാണ്, ഈ പ്ലാന്റേഷൻ മരങ്ങളുടെ മുകളിലൂടെ. ഓക്കെ, അവിടെ ഐറൺ യൂസ് ചെയ്തിട്ട് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, സെറ്റയർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി ലാസ്റ്റ് ഹി ആസ്ക് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക, ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെന്റർ ടു മേക്ക് ദ ടോയ്സ് വിത്ത് ഇറ്റ്. അതായത് ഇനി ഈ ഇദ്ദേഹത്തിന്റെ റീസെർച്ച് നടക്കുന്നത് ഹസ്കിലൂടെ ടോയ്സ് ഉണ്ടാക്കാനാണല്ലോ, ആ ഹസ്കും നമ്മൾ സെന്ററിൽ നിന്ന് വാങ്ങേണ്ടി വരുമോ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും ആ ഒരു റെട്രിക് ക്വസ്റ്റ്യൻ ഇദ്ദേഹം ചോദിച്ചതും എന്താണ്, ഇതിലെ സെറ്റയറിനെ ബ്രിങ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റയർ ചോദിക്കുകയാണെങ്കിൽ ഈ 3 പോയിന്റ്സ്, അതേപോലെ കോൺട്രാസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ എഴുതുക. ആൻഡ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ, നമ്മുടെ റൈസ് പോയം എഴുതിയ ആൾ, നമ്മുടെ പോയറ്റിന്റെ പേര് താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.